വിപിൻ ദാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിരിച്ചോന്ന് വെച്ചാൽ ഒരുപാട് എന്നെ ചിരിപ്പിച്ചൊരു സിനിമയാണിത്. ഇത്രയും ഹൈപ്ഡ് ആവാറില്ല ഒരു സിനിമ കണ്ടിട്ട്, പക്ഷേ സിനിമ കണ്ടിട്ട് ഞാനിപ്പോഴും എക്സൈറ്റഡ് ആണ്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ ഇവർ ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു ഫിലിമാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അവരുടെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ത്രൂ ഔട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കെമിസ്ട്രിയാണ്. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. റിയൽ ലൈഫിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സും നേച്ചറുമാണ് ഇവരുടെയെങ്കിൽ പോലും ഓൺ സ്ക്രീൻ വരുമ്പോൾ ഇവർ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരുടെ ബോണ്ടും ആ കെമിസ്ട്രിയും അവരുടെ ബ്രൊമാൻസും നല്ല രീതിയിൽ തന്നെ ഹ്യൂമർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. വിപിൻ ദാസ് ഈസ് എ ബ്രില്യൻ്റ് ഡയറക്ടർ. പറഞ്ഞെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മലയാള സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ് കല്യാണവും കല്യാണത്തിനോട് ചേർന്നിട്ടുള്ള പശ്ചാത്തലവും അതുകൊണ്ടുണ്ടാകുന്ന കൺഫ്യൂഷൻസും അതുകൊണ്ടുണ്ടാകുന്ന കോമഡികളും. അപ്പോൾ ഒട്ടും ഫ്രഷ്നെസ് നഷ്ടപ്പെടുത്താതെ തന്നെ വിപിൻ ദാസ് ഈ സിനിമയിൽ അത് കിടിലനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും മോഷിപ്പിക്കാതെ ത്രൂ ഔട്ട് നമുക്ക് എല്ലാം മറന്ന് ചിരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഹ്യൂമർ, പിന്നെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ്, ഒരുപാട് നല്ല ആക്ടിങ് പെർഫോമൻസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ബ്രില്യൻ ഫിലിം ഉണ്ടാക്കിയിരിക്കുകയാണ് വിപിൻ ദാസ്. പിന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് ചെയ്തിട്ടുള്ള മറ്റ് ആക്ടേഴ്സും കൂടിയുണ്ട്. ജഗദീഷ്, രേഖ, ബൈജു, പിന്നെ ജോമൻ ജോദർ, സിജു സണ്ണി, അശ്വിൻ, പിന്നെ ക്യാമിയോയിൽ വരുന്നിട്ടുള്ള അജു വഗീസ്, യോഗി ബാബു, സാഫ് ബോയ് ഇവരെല്ലാം തന്നെ നമ്മൾ ത്രൂ ഔട്ട് ചിരിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ക്യാരക്ടറിന് പോലും റെലവൻസ് ഇല്ലാത്തതില്ല. വന്നു പോകുന്നവർ പോലും കൗണ്ടർ അടിച്ചിട്ട് പോകുന്നൊരു സിനിമയാണിത്. അപ്പോൾ ത്രൂ ഔട്ട് ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് ഈ സിനിമ. ഒരുപാട് സിനിമ റെഫറൻസുകളും കറൻ്റ്ലി നടക്കുന്ന സംഭവങ്ങളുടെ റെഫറൻസുകളും ഈ സിനിമയിലുണ്ട്. പക്ഷേ അതൊട്ടും ഫോഴ്സ്ഡ് ആയിട്ട് തോന്നാതെ ഓർഗാനിക്കായിട്ട് നമ്മൾ ചിരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇതിൽ വിപിൻ ദാസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പുള്ളിയുടെ ഒരു ബ്രില്യൻസ് ആണ്. സിമ്പിളായിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ സിനിമയുടേത്. അതായത് ഒരു കല്യാണ വീട്, ആ കല്യാണ വീട്ടിൽ ചെക്കനും പെണ്ണും അവരുടെ ഇൻലോസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് അവരെല്ലാവരും കൂടി പരസ്പരം അറിയുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന കുറച്ച് കൺഫ്യൂഷൻസ്, അതിനെ തുടർന്നുണ്ടാകുന്ന കുറച്ച് കോമഡി, ഇത് തന്നെയാണ് ഈ സിനിമ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പൃഥ്വിരാജിൻ്റെ ഒരു സ്ട്രോങ് ഫോർട്ട് അല്ല ഹ്യൂമർ എന്നുള്ളത്. കാരണം മിക്ക സമയത്തും പുള്ളി ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പുള്ളിക്ക് പറ്റാത്തൊരു കാര്യം ചെയ്യുന്നു എന്നൊരു ഫീലാണ് എനിക്കിതൊരു പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് പുള്ളി എന്നെ തിരുത്തി പറയിപ്പിച്ചു. കാരണം ട്രെയിലർ കണ്ടപ്പോൾ പോലും പുള്ളി അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ സിനിമയിലേക്ക് വന്നപ്പോഴാണ്, അതായത് സിനിമ കണ്ടപ്പോഴാണ് ശരിക്കും ആ ക്യാരക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ, ആ ക്യാരക്ടറും ബേസിലിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു ബോണ്ട്, അവരുടെ ഒരു കോംറാഡറി, അവരുടെ ഒന്നിച്ചുള്ള സീൻസ് വരുമ്പോൾ ഒരുപാട് ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് പുള്ളി നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ ഡയറക്ടറിൻ്റെ ഒരു വിഷനും ഹ്യൂമറിലുള്ള ആ കൺവിക്ഷനും കൊണ്ടാണ്. പിന്നെ എടുത്ത് പറയേണ്ടതിൻ്റെ ഒരു എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരേ സമയം രണ്ട് സ്ഥലത്ത് നടക്കുന്ന കഥകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നല്ല രീതിയിൽ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക്കും എടുത്ത് പറയേണ്ടതാണ്. അതിൽ എല്ലാ സോങ്സും എനിക്കത് വർക്കൗട്ട് ആയിട്ടില്ല. അതിൽ അജു വഗീസ് പാടി അഭിനയിക്കുന്നൊരു പാട്ടുണ്ട്, അത് നല്ലൊരു പാട്ടായിരുന്നു. കാരണം അതിന് ശേഷമാണ് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ക്ലൈമാക്സിൽ അങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പാട്ട് വരുമ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടി എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്തത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കോമഡിയും നല്ല സീൻസൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന ഹ്യൂമർ കൗണ്ടറുകളുണ്ട്. അതെല്ലാം നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. നമുക്ക് ഒട്ടും ലാഗും ബോറും പരിപാടിയൊന്നുമില്ല. നമുക്ക് ഫുൾ അങ്ങനെ എൻജോയ് ചെയ്ത് എൻ്റർടൈൻഡ് ആയിട്ട് തന്നെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. അവർ പ്രൊമോഷനിലൊക്കെ പറഞ്ഞാൽ അവർ 24 ദിവസം എടുത്തിട്ടാണ് ആ ഒരു ക്ലൈമാക്സ് ചെയ്തിട്ടുള്ളത്. അത് ഗുരുവായൂർ തന്നെയാണ് ആ ക്ലൈമാക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ സ്പോയിലറൊന്നും പറയുന്നില്ല. അതിലൊരു ക്യാമിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ലൊരു കിടിലൻ സർപ്രൈസ് ആയിരുന്നു. ആ ഒരു ക്ലൈമാക്സ് മതി ഈ സിനിമേനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ഈ സിനിമ എന്തായാലും നല്ലൊരു ലോങ് റണ്ണ് അർഹിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ആളുകൾ വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം അവർക്ക് എല്ലാം മറന്ന് ചിരിക്കാം. അങ്ങനത്തെ ഒരു ടൈം പ്രൊവൈഡ് ചെയ്യുന്നൊരു സിനിമയാണ്. പിന്നെ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത് നിഖില വിമലിൻ്റെ ഒരു ആക്ടിംഗ് ആണ്. അതായത് ത്രൂ ഔട്ട് ദ ഫിലിം അവർ കുറച്ച് മോണോട്ടോണസ്, അതായത് ഒരേ രീതിയിൽ ടോണിൽ ഒരേ മീറ്ററിൽ ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നിയത്. ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഒരേ എക്സ്പ്രഷനായിരുന്നു ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ബാക്കി ആക്ടേഴ്സ് എല്ലാവരും മികച്ചു തന്നു. പൃഥ്വിരാജ് ആയാലും ബേസിലായാലും അനശ്വര ആയാലും ഇവരെല്ലാവർക്കും ആ ഒരു റോളിൽ വേണ്ട കാര്യങ്ങൾ ഇവർ ഫുൾ എഫേർട്ടിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ജഗദീഷിനൊക്കെ കുറേ ഹ്യൂമർ ഉണ്ട്. ജഗദീഷ്, രേഖ, ബൈജു ഇവരുടെയൊക്കെ വർക്കൗട്ടായിട്ടുള്ള കുറേ ഹ്യൂമർ സീൻസും കൗണ്ടർ അടിക്കുന്ന സീൻസും ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ നിന്നൊക്കെ ചിരി ഉണ്ടാക്കുന്ന സീൻസ് തന്നെയാണ്. അപ്പോൾ ആസ് എ ഹോൾ എന്നെ ഇത് തറലി എൻജോയ് ചെയ്യിപ്പിച്ചൊരു ഫിലിമാണ്. ഐ വാസ് റിയലി എൻ്റർടൈൻഡ്. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒറ്റയ്ക്ക് പോയാൽ പോലെ നിങ്ങൾ ചിരിച്ചു പോയേക്കുന്ന സീൻസ് ഉള്ള ഒരു ഫിലിം തന്നെയാണത്. സോ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫിലിമാണ്. എത്രയും പെട്ടെന്ന് കാണാം. സോ നമുക്ക് അടുത്ത ഫിലിമിൽ കാണാം. താങ്ക് യു, ബൈ.